Good afternoon, everyone. Welcome back to yet another live session from Tejas Academy. So, Tejas Academy is back with back to back lives, and because we wanted to spread the awareness towards you people, awareness to the people. So, yes, once again, welcome back, everyone. To yet another live session, and in this particular live session we are focusing on, or we are concentrating on the one among the GCC licensing exams, that is nothing but HAAD, that is exclusively for the healthcare professionals, those who want to work in Abu Dhabi. So Abu Dhabi nursing professional ആയിട്ട് വർക്ക് ചെയ്യാനുള്ള nursing licensing examination ആണ് എന്തെന്ന് പറയുക, HAAD എന്ന് പറയുക. So since we are focusing more on the nurses side, or I just talked about nurses side. Okay, all right. Yes, so let's just wait for a few seconds so that our viewers can be here with us. All right. Yes, welcome back, everyone. Okay, so in our yesterday's classes, in our yesterday's live session and in the morning session itself, we have discussed certain things related to the respective GCC countries licensing examination. So far we have completed the prometric side, the MOJ side, then the DHA side. So finally we are going to move with the HAAD examination. So the topic of our discussion, so ഇപ്പോൾ എന്താണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ HAAD examination ഒരാൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇപ്പോഴത്തെ സെഷൻ പോകുന്നത്. Okay, so as we discussed earlier, there are certain pre-preparations or preparations that we need to take right before the examination, and what we have to do during the examination. ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിക്കുകയുണ്ടായി, കഴിഞ്ഞ ലൈവ് സെഷൻസിലൊക്കെ സംസാരിക്കുകയുണ്ടായി. സോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു that okay, I am going to prepare for this particular examination. So the very first step that you have to do is understand what this examination is looking for. എന്താണ് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങളിൽ നോക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. സോ അതിന് വേണ്ടി ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, go to the respective websites and download the syllabus and understand the syllabus. റെസ്പെക്റ്റീവ് വെബ്സൈറ്റുകളിൽ പോകുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയാം. Then identify the core areas of questions being frequently asked. Questions ചോദിക്കുന്ന core areas നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയാം. ആൻഡ് നമ്മൾ പഠിച്ചു പോകുന്ന കൂടെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻസ് കാര്യങ്ങൾ ചെയ്ത് പോകുക. ടൈംലി ഓർ ഫ്രീക്വൻറ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ഹാസ് സർട്ടൻ കപ്പാസിറ്റി. സോ ഒരു പീരീഡ് കഴിഞ്ഞാൽ ബ്രെയിൻ വിൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഓർ വിൽ forget the earlier input information. So പുതിയ കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട്, so what you have to do is ഒരു റെഗുലർ ഇൻ്റർവെൽ ഫിക്സ് ചെയ്ത് ടൈംലി ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിനെ പ്രാക്ടിക്കൽ സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും കൂടെ. ദാറ്റ് ഈസ് MCQ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് അറിയാം. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള ഫെമിലിയാരിറ്റി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു പീപ്പിൾ ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയാരിറ്റി വരുന്ന കൂടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ എക്സാം എന്നുള്ള കാര്യം. So right now we are going to see the type of questions that you people can expect in the HAAD examination. HAAD examination നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ഏതെല്ലാം ഏരിയാസ് ഫോക്കസ് ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. സോ ദ വെരി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേസ് ബേസ്ഡ് സ്റ്റഡീസ് ആണ്. എപ്പോഴും ഒരു ക്ലിനിക്കൽ സിനാരിയോ നിങ്ങളുടെ മുന്നിൽ, നെക്സ്റ്റ് ലോങ് ആയിട്ടുള്ള ഒരു ലെങ്തി ഡിസ്ക്രിപ്ഷൻ. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടി ഐ ഹാവ് പ്രൊവൈഡഡ് യു പീപ്പിൾ വിത്ത് എ വെരി ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ റിയൽ എക്സാമിനേഷൻ ഒരു ക്ലിനിക്കൽ സിനാരിയോ തന്നെ ഒരു ലെങ്തി ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു കാര്യം എന്ന് പറയുക. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിളാണ്. എന്നിട്ട് ആ ഒരു ക്ലിനിക്കൽ സിനാരിയോ സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കി എന്നിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ആൻസർ കറക്റ്റായിട്ട് ചെയ്യുക. അതാണ് ഒരു രീതി എന്ന് പറയുക. സോ ക്ലിനിക്കൽ സിനാരിയോ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ. സോ ഇവിടെ പറയുന്നുണ്ട്, എ 45-year-old man വിത്ത് ചെസ്റ്റ് പെയിൻ, ECG ചെസ്റ്റ് പെയിൻ നമ്മളുടെ അടുത്ത് വന്നു. ഹിസ് ECG ഷോസ് ST elevation in V1 V4. what is the next step? സോ അയാളുടെ എലിവേഷൻ കാണിച്ചു, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുക. സോ ഡിസ്ചാർജ് ഹോം എന്തായാലും നമുക്ക് വരില്ല. ഗീവ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, സ്റ്റാറ്റ് ആൻറ്റിബയോട്ടിക്സ്, സ്റ്റാറ്റ് ത്രോംബോളിസിസ്. ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ലോങ് കേസ് സ്റ്റഡി ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ക്വസ്റ്റ്യനുള്ള നിങ്ങളുടെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡ് ലാസ്റ്റ് ലൈൻ കെയർഫുള്ളി, ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ലോങ് കേസ്. അപ്പോൾ എന്താണോ ലാസ്റ്റ് ആ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ബിക്കോസ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു ഗോ വിത്ത് ദി ആൻസേഴ്സ് വിച്ച് ഇസ് ഗോണ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലാസ്റ്റിൽ എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻ വിത്ത് ദ പേഷ്യൻ ഓർ വാട്ട് വി ഹാവ് പ്രൊവൈഡഡ് ഫ്രം ആർ സൈഡ് ടു ദ പേഷ്യൻ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡീൽ വിത്ത് ദിസ് ക്ലിനിക്കൽ സിനാരിയോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്പർ 1 എന്ന് പറയാനായിട്ട് സാധിക്കും. Now we are going to go with the second type of questions. Here we are focusing more on the diagnosis side. Diagnosis focused ആയിട്ടുള്ള questions ആണ്. So diagnosis focused ആയിട്ടുള്ള questions എന്ന് പറയുമ്പോൾ they will provide you with the patient history, what are the clinical features, what are the presenting complaints എന്നുള്ള കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തരും. Then we will be also provided with the lab reports. ലാബ് റിപ്പോർട്ട്സും നമുക്ക് തരുന്നുണ്ടാവും, അതിൻ്റെ ഡേറ്റാസ് നമുക്ക് തരുന്നുണ്ടാവും, ഡേറ്റ നമുക്ക് തരുന്നുണ്ടായിരിക്കും. സോ the question will be definitely like identify the disease എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ വെൻ യു ആർ ഡീലിംഗ്, നമ്മുടെ ക്ലാസ്സസും നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് എടുക്കുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ സയൻസ്, കറക്റ്റായിട്ട് ആ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ പഠിപ്പിച്ച് എന്നിട്ട് ഇതാണ് ഓക്കെ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷന് ഇതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ MOH, OET, പ്രോമെട്രിക്, HAAD ക്ലാസ്സസും പോകുന്നത് തന്നെ. സോ അതുകൊണ്ട് ഈ നമ്മളുടെ സ്റ്റുഡൻസിന് ഇറ്റ്സ് ക്വൈറ്റ് ബി ഈസി ടു ഐഡൻറ്റിഫൈ ഓർ ഗോ വിത്ത് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ പറയുന്നുണ്ട് 5-year-old with fever. അപ്പോൾ ടീച്ചേഴ്സ് അക്കാദമിയിൽ ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് അക്കാദമിയിൽ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് വി വിൽ ബി അനലൈസിങ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലുള്ള ഒരു വിഷ്വൽ ഇമേജറി ആയിട്ടുള്ള ഒരു ക്ലാസ്സസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. സോ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഗിവ് യു ദ ഗ്യാരണ്ടി ദാറ്റ് ഡെഫിനറ്റ്ലി ടീച്ചേഴ്സ് അക്കാദമി സ്റ്റുഡൻസ് ക്യാൻ ഗോ വിത്ത് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വെരി ഈസിലി. ബിക്കോസ് നമ്മൾ ഈ ഒരു സോർട്ട് ഓഫ് മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസും പോകുന്നത്. സോ ഇവിടെ നമുക്ക് പറയാം 5-year-old with fever ഉണ്ട്, ഒരു 5-year-oldന് സോർ ത്രോട്ട് ഉണ്ട്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇസ് സ്ട്രോബെറി ടങ്. സ്ട്രോബെറി ഒരു ഫീച്ചേഴ്സുള്ള ടങ് ആണ് അവർക്കുള്ളത്. ആൻഡ് എ സാൻഡ് പേപ്പർ റാഷും ഉണ്ട്. സോ വാട്ട് ഇസ് ദി ഡയഗ്നോസിസ്, എന്താണ് അതിൻ്റെ ഡയഗ്നോസിസ്? സോ സ്ട്രോബെറി ടങ്ങും സാൻഡ് പേപ്പർ റാഷും, സോർ ത്രോട്ട് ആൻഡ് ഫീവർ ആർ ക്വൈറ്റ് കോമൺ ഓർ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓഫൺ സീ വിത്ത് എവറി കണ്ടീഷൻ. കുഞ്ഞ് ഫ്ലുവനാണെങ്കിലും നമ്മൾ ഫീവർ കാണാം, സോർ ത്രോട്ട് കാണാം. വാട്ട് ഡിസ്റ്റിങ്വിഷ് ദ സ്കാർലെറ്റ് ഫീവർ ഫ്രം അതേഴ്സ് ദ സ്ട്രോബെറി ടങ് ആൻഡ് സാൻഡ് പേപ്പർ റാഷ്. സോ ഈ ഒരു ഫീച്ചർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഐ ക്യാൻ ടെൽ യു ദാറ്റ് ടീച്ചേഴ്സ് അക്കാദമി ഇസ് ഡീലിംഗ് ഇൻ ദാറ്റ് വേ ഇറ്റ് സെൽഫ്. സോ നമ്മുടെ ക്ലാസ്സസ് അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ സ്ട്രോബെറി ടങ് വി വിൽ ബി ഇൻ ബിൽഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഇൻ ടു ദി സ്റ്റുഡൻറ്റ് മൈൻഡ്. സോ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഈസി ഫോർ യു പീപ്പിൾ ടു ഗോ വിത്ത് ദി ആൻസേഴ്സ്. സോ ഡയഗ്നോസിസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ടൈപ്പ് ക്ലിനിക്കൽ സിനാരിയോ തന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നു. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്നോസിസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പോവുകയാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ്, എബൌട്ട് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോട്ടോകോൾ. വാട്ട് ഇസ് ദി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന കാര്യം. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് പേഷ്യൻറ്റ് വിത്ത് DKA, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെൻറ്റ്. പേഷ്യൻറ്റിന് എന്താണ് DKA എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. സോ വാട്ട് ഇസ് എ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് അവർ നമ്മളോട് എന്ത് ചെയ്യുന്നതായിരിക്കും, ചോദിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, so what's going to be the very first step in the management. So ഇപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ബൈകാർബണേറ്റ് ഉണ്ട്, IV ഇൻസുലിൻ ഉണ്ട്, IV ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ ഏതായിരിക്കും നമ്മളുടെ കറക്റ്റായിട്ടുള്ള മാനേജ്മെൻറ്റ്? സോ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റും സെക്കൻഡ് ലൈൻ മാനേജ്മെൻറ്റും നമ്മൾ എപ്പോൾ ഡിസീസ് കണ്ടീഷൻസ് പഠിച്ചാലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആസ്പെക്ട് തന്നെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഹിയർസ് ഗോണ ബി ദ നെക്സ്റ്റ്, ദാറ്റ് ഇസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്. ഫോക്കസ് ഓൺ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന രീതിയിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് നമ്മളോട് ചോദിക്കും. അക്കോർഡിംഗ് ടു ACLS നമ്മുടെ എന്താണ് ഒരു മെത്തേഡ് തന്നെയാണ്. സോ ACLS കോഴ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, BLS കോഴ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ അക്കോർഡിംഗ് ടു ACLS, വാട്ട് ഇസ് ദ ഫസ്റ്റ് ഡ്രഗ് ഇൻ പൾസ്ലെസ് VT സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഡ്രഗ് ഏതാണ്? സോ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിൽ വാട്ട്സ് ഗോണ ബി ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ്
ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ എന്തായിരിക്കണം, സ്പെഷ്യലി ദ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുമായിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. സോ വെൻ യു ആർ സ്റ്റഡിങ് ഫോക്കസ് ഓൺ ദാറ്റ് ആസ്പെക്ട് മോർ, ആ ഒരു ആസ്പെക്റ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ അക്കോർഡിംഗ് ടു ACLS, വാട്ട് ഇസ് ദ ഫസ്റ്റ് ഡ്രഗ് ഇൻ പൾസ്ലെസ് VT? ദാറ്റ് ഈസ് എപ്പിനെഫ്രൈൻ. ഏതാണ് എപ്പിനെഫ്രൈൻ എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും ആദ്യ ഫസ്റ്റ് ലൈൻ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ. സോ ഗോ വിത്ത് ദാറ്റ്. Okay, and another type is ethics based question. They will be testing your professional conduct, so how you're gonna deal with a situation where your professional ethics and or the moral values are being tested. So if a patient refuses treatment, what is your next step? Or a patient treatment refuse ചെയ്തു, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിനെ ഇഗ്നോർ ചെയ്യുക ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. യു ഡോണ്ട് നീഡ് ടു കോൾ ദ പോലീസ് ഓൾസോ. പോലീസിനെ വിളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദെൻ ഫോഴ്സ് ട്രീറ്റ്മെൻറ്റ്. സോ ഇഫ് someone is not accepting the treatment part, it's not the right way to force that particular person to undergo the treatment. So that is completely unethical. So what we have to do as a professional or by following the work ethics is respect patient decision. പേഷ്യൻറ്റിൻ്റെ ഡിസിഷൻസ് എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എത്തിക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. സോ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാനേജ്മെൻറ്റിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ചോദിക്കുന്ന ക്ലിനിക്കൽ സിനാരിയോ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ഡയഗ്നോസിസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. സോ പിന്നെ എന്താണ്, നമ്മളോട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വെനെവർ ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ ലൈക്ക് ഹൗ ദ ക്വസ്റ്റ്യൻ ഇസ് ബീങ് ആസ്ക്ഡ്. സോ നമ്മളൊരു എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ക്വസ്റ്റ്യൻസ് എന്താണ്, 1 ലൈൻ ഓർ സിംഗിൾ ലൈൻ 2 ലൈൻ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബട്ട് വെനെവർ ഇറ്റ് കംസ് ടു ദ റിയൽ എക്സാമിനേഷൻ, അവരെന്താണ് നമ്മൾ വരും ലൈവുകളിൽ റിയൽ എക്സാം ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് യു പീപ്പിൾ ആൻ ഐഡിയ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്, എങ്ങനെയൊക്കെ നമ്മളൊന്ന് പഠിക്കണം എന്നുള്ള രീതിയിൽ നിന്ന് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രം. സോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ദറ്റ്സ് ഗോണ ബി ലെങ്തി ക്വസ്റ്റ്യൻസ്. അവിടെയാണ് പലപ്പോഴും കാൻഡിഡേറ്റ്സിന് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ലൈക്ക് ലെങ്തി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സിനാരിയോ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് സം ടൈം ടു റീഡ് ദ തിങ്. സോ നമ്മുടെ റീഡിങ് സ്കിൽ അവിടെ ഇമ്പ്രൂവ് ആവുക എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഗോണ ബി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് റീഡിങ് സ്കിൽ വേഗം വായിച്ച് വേഗം അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്കാണ് വേഗം ക്വസ്റ്റ്യൻ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് എ ടൈം ബൗണ്ട് എക്സാമിനേഷൻ. ഇതിനൊരു ടൈം ബൗണ്ട് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ടൈം ബൗണ്ട് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റീഡിങ് സ്കില്ല് അനലിറ്റിക്കൽ സ്കില്ലും വേഗം ഡെവലപ്പ് ആയാൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കുകയുള്ളൂ. ഓൾ റൈറ്റ്. So this is all about the type of questions that you people can expect in this course, in this particular examination. So that's all for today with this particular live session. Hope we'll meet very soon with yet another educational live sessions from Teachers Academy. And for the time being, Aishwarya is signing off. So all the very best everyone. Do well and do well with your preparation and crack your exam in your very first attempt itself and fly to your dream destination. So thank you so much. Thank you everyone.